നമസ്കാരം. എല്ലാവർക്കും ആസ്ട്രോളജി വേൾഡിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നവരാത്രിയുടെ ഈ വിശുദ്ധ ആഴ്ചയിൽ ദേവിയുടെ അനുഗ്രഹം എല്ലായിടത്തും നിറഞ്ഞൊഴുകുന്നു. ഓരോ കൂറിനും ലഭിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങളും മുന്നറിയിപ്പുകളും നോക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. നവരാത്രി ആരംഭിക്കുന്ന ഈ ആഴ്ച മേടക്കൂറുകാർക്ക് ഏറെ കരുത്ത് നൽകുന്ന സമയമാണ്. ഇതുവരെ കാര്യങ്ങൾ നടത്തിപ്പോകാനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിജയത്തിലേക്കുള്ള വഴികൾ താനേ തുറന്നു കിട്ടും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും ശക്തമാകും. എങ്കിലും ആരോഗ്യത്തിൽ ചെറിയ വിഷമങ്ങൾ വന്നേക്കാമെന്ന് സൂചനയുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധ വേണം. ജോലി രംഗത്ത് ഒരു പുതിയ ഉയർച്ച, സ്ഥാനക്കയറ്റം പോലുള്ള നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇടവക്കൂറ് കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയും. ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളാണ് വരുന്നത്. വരുമാന സ്ഥിരത കൈവരിക്കും. ചിലർക്ക് അധിക വരുമാന സാധ്യതയും വരാം. പ്രാർത്ഥന വഴി തടസ്സങ്ങൾ അനുകൂലമായി മാറും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണാം. ജോലിസ്ഥലത്ത് കഠിനാധ്വാനം അംഗീകാരമായി മാറും. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർന്നത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും. മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനി പ്രവർത്തിക്കുന്ന സമയമായതിനാൽ ചെറിയ തലവേദനകൾ ഉണ്ടാകാം. പഠന കാര്യങ്ങളിലും ജോലി സ്ഥലത്തും സമ്മർദ്ദങ്ങൾ കൂടുതലുണ്ടാകാം. എങ്കിലും ദൈവാനുഗ്രഹം കൂടെ നിലകൊള്ളുന്നതിനാൽ കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ കഴിയും. സാമ്പത്തികമായി ചെറിയ പുരോഗതി ഉണ്ടാകും. വീടിനുള്ളിൽ പുതിയ സാധനങ്ങൾ വാങ്ങി സന്തോഷം പങ്കിടാൻ പറ്റും. കർക്കിടകക്കൂറ് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും. കർക്കിടകക്കൂറുകാർക്ക് നവരാത്രിയുടെ ദൈവാനുഗ്രഹം ശക്തമായി ലഭിക്കുന്ന സമയമാണ്. ജോലി രംഗത്ത് മുമ്പുണ്ടായിരുന്ന സംഘർഷങ്ങൾ മാറി ഉയർന്ന സ്ഥാനങ്ങൾ കൈവരിക്കാൻ കഴിയും. കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാവുന്നതാണ്. ചിലരുടെ വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. പ്രതിസന്ധികളെ നേരിടുമ്പോൾ ആത്മവിശ്വാസം കൂടും. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണിത്. ജോലിയിൽ ശ്രദ്ധ അല്പം കൂടി കൂട്ടേണ്ടി വരും. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടപെടലുകൾ കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. രോഗങ്ങൾ വരാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. സാമ്പത്തികമായി മുന്നേറ്റമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ കഴിയും. കന്നിക്കൂറ് ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും. കന്നിക്കൂറുകാർക്ക് ജോലിയിൽ തടസ്സങ്ങൾ മാറ്റി മുന്നേറാനുള്ള അവസരം ലഭിക്കുന്നു. ജോലി സ്ഥലത്ത് അധികാരികളുടെ അംഗീകാരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി മാറും. ചിലർക്ക് പഴയ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുള്ള അവസരങ്ങൾ കൈവരും. ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം ഒഴിവാക്കണം. തുലാക്കൂറ് ചിത്ര അവസാന പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും. തുലാക്കൂറുകാർക്ക് പ്രാർത്ഥനകളും ആത്മീയമായ ശക്തിയും ഏറെ ആവശ്യമാണ്. ദൈവാനുഗ്രഹത്താൽ പ്രതിസന്ധികളെ മറികടക്കാം. ജോലിസ്ഥലത്ത് പുതുവായ്പകളും സ്ഥാനലബ്ധിക്കും സാധ്യതയുണ്ട്. വരുമാനം കൂട്ടാനുള്ള വഴികൾ തുറക്കപ്പെടും. കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ അനുഭവപ്പെടും. വൃശ്ചികക്കൂറ് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും. വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ ദൈവാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. ജോലിയിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കും. നിങ്ങളുടെ പരിശ്രമം നല്ല ഫലങ്ങളിലേക്ക് വഴിവെക്കും. സാമ്പത്തികമായി സ്ഥിരതയുണ്ടാകും. കുടുംബത്തിൽ ഐക്യം നിലനിർത്താൻ കഴിയും. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ധനുക്കൂറുകാർ ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ കുടുംബത്തിലും ജോലിസ്ഥലത്തും അനുകൂലമായ ഫലങ്ങൾ കൈവരും. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങളുണ്ടാകും. മനസ്സിൻ്റെ ശാന്തി നിലനിർത്താൻ ആത്മീയത സഹായിക്കും. മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും. മകരക്കൂറുകാർക്ക് നവരാത്രി അനുഗ്രഹം ശക്തമായി അനുഭവപ്പെടും. ജോലി രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ കൈവരും. സാമ്പത്തിക നേട്ടവും പുതിയ വരുമാന സാധ്യതകളും ഉണ്ടാവും. ചിലർക്ക് തൊഴിൽ സംബന്ധമായ പുതിയ അവസരങ്ങളും ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തും. കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും. കുംഭക്കൂറുകാർക്ക് ജോലിയിൽ കൂടുതൽ ശ്രദ്ധ വേണം. വലിയ
പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ലെങ്കിലും ചിലവുകൾ നിയന്ത്രണാതീതമാകും. പുതിയ ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. ആരോഗ്യം സൂക്ഷിക്കണം. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താൻ കഴിയും. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും. മീനക്കൂറുകാർക്ക് ദൈവാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണിത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ജോലിരംഗത്ത് ഉയർച്ചയുടെയും അംഗീകാരത്തിൻ്റെയും സൂചനകൾ വരും. ആരോഗ്യത്തിൽ ചെറിയ വിഷമങ്ങൾ ഉണ്ടായത് ഒഴിവാക്കിയാൽ വളരെയധികം നല്ല കാലമാണ് മീനക്കൂറുകാർക്ക്. നവരാത്രിയുടെ ഈ വിശുദ്ധ ദിവസങ്ങളിൽ ദേവിയുടെ അനുഗ്രഹം നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഏത് കൂറുകാരായാലും ആത്മവിശ്വാസവും ഭക്തിയും നിലനിർത്തിയാൽ എല്ലാത്തിലും വിജയമുറപ്പാണ്. കൂടുതൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നവരാത്രിക്കാലം ദേവി എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.